ഓഫർ സെയിൽ വന്നിട്ട് നമുക്കൊരു സ്മാർട്ട് ഫോൺ മേടിക്കാമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുടെ അവസ്ഥ ഇപ്പോൾ വല്ലാത്ത ദയനീയമാണ്. കാരണം പല ഓഫർ സെയിലുകളിലും നമുക്ക് നോർമൽ റേറ്റിൽ തന്നെയാണ് പ്രോഡക്റ്റുകൾ കാണാൻ പറ്റുക. എന്നാൽ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ, അതായത് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ, ഡെബിറ്റ് കാർഡ് ഇപ്പോൾ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് സെയിലിൽ മാത്രമാണ്, എന്നാൽ ബാക്കിയുള്ള എല്ലാ ഓഫർ സെയിലുകളിലും കണ്ടത് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി മാത്രമായിരുന്നു. ഇവിടെ കുറച്ചെങ്കിലും നമുക്ക് ആശ്വസിക്കാം, അതായത് ഒരു 1000 രൂപ 2000 രൂപ കുറഞ്ഞു കിട്ടും ആ ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എന്നുള്ള രീതിക്ക്. ആമസോണിലേക്ക് പോകണമെങ്കിൽ അതുമില്ല. എന്നാൽ അവിടെ കൂപ്പൺ ചില പ്രോഡക്റ്റുകൾക്ക് തരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ റിയൽമി നാസോ 70 Pro ഇപ്പോൾ 2750 രൂപ കൂപ്പൺ കഴിഞ്ഞിട്ട് കിട്ടും. 256 8GB 256 വേരിയന്റ്. സോ അതൊരു നല്ലൊരു ഡീലാണ് അവിടെ. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അതിന് പകരമാണ് ഈ ഡെബിറ്റ് കാർഡിൽ ചിലതിന് നമുക്ക് ഓഫർ തരുന്നുണ്ട്. അതും മാക്സിമം 2000 ആണ്, 1000 2000 3000 എന്നൊക്കെ അവർ എഴുതിയേക്കുന്നതാണ്. എന്നാൽ അത് പലതിനും കിട്ടാറില്ല. എന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടിയെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടുണ്ട്. എനിവേ, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ട് ഫ്ലാഗ്ഷിപ്പ് സെയിലിൽ നമുക്ക് വാങ്ങിച്ച ബൈങ് ആകുന്ന, അല്ലെങ്കിൽ അവർ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന കുറച്ച് സ്മാർട്ട് ഫോൺസിന്റെ വിശേഷങ്ങളാണ്. ഏർലി ആക്സസ് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുണ്ടാകുന്നത്. ഏർലി ആക്സസിന് ശേഷം എത്ര രൂപയാകുമെന്ന് നടത്തില്ല. എന്തായാലും ഇപ്പോൾ വലിയ ഗുണമൊന്നുമില്ല, നമുക്കൊരു ഉപയോഗം ഇല്ലാത്ത രീതിക്കാണ് ആക്ച്വലി പല ഓഫേഴ്സും. അതിൽ ആദ്യം തന്നെ എടുത്ത് പറയുന്നത് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ 22,999 നോർമൽ റേറ്റ്. എന്നാൽ നമുക്ക് ഇൻക്ലൂഡിംഗ് ഓൾ ഓഫേഴ്സ് 20,999 കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല 20,999 കിട്ടുമെന്നുള്ളത്. കാരണം ICICI ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഒരു 1000 രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടും. കൂടാതെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഒരു 1150 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതാണെങ്കിൽ പോലും 21,849 രൂപയാണ് ആവുന്നത്. ഏത് വകയിലാണ് 20,999 എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അത് നമ്മുടെ എക്സ്ട്രാ ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്ക് 5% ഓഫ് ഉണ്ടാവത്തില്ലേ, അതായിരിക്കാം കൂട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെയും പറയാതിരിക്കാൻ വയ്യ. ഇനി അടുത്തത് Vivo T3X, ഒരു 10000 രൂപയ്ക്കുള്ള ഒരു ഫോൺ, നല്ലൊരു ഫോണാണ്. പ്രത്യേകിച്ച് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വേണമെങ്കിൽ ഇത് മേടിക്കാം. 12,499 രൂപയ്ക്ക് നമുക്ക് അവരുടെ ബേസ് 4GB 128 ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫർ കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് ആ 10000 രൂപയുടെ 6GB 128 എടുക്കുന്നതാണ് നല്ലത്. 2175 രൂപ നമുക്ക് ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡ് ഡിസ്കൗണ്ട് ഉണ്ട്. കൂടാതെ ICICI ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ 1500 രൂപ നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് കാണാൻ സാധിക്കും. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ പോലും IPS ഡിസ്പ്ലേ ആണ്, LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ 10000 രൂപയ്ക്ക് നിങ്ങൾക്ക് LCD ഡിസ്പ്ലേ മതി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കൂടാതെ ഗാലക്സി S23 FE 39,999 നോർമൽ റേറ്റ്. എന്നാൽ കഴിഞ്ഞ ഗോഡ് സെയിലിൽ നമുക്ക് 33,999 ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ സെയിം റേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അത് നമുക്ക് കാർഡ് വിത്തൗട്ട് കാർഡ് ഓഫർ ആണ് കേട്ടോ. നമുക്കിപ്പോൾ ആ റേറ്റ് കിട്ടും. 34,000 രൂപയ്ക്ക് നമുക്ക് S23 ആർക്ക് മേടിക്കാം. ഇപ്പോൾ അത് കാർഡ് ആയാലും UPI ആയാലും എന്തായാലും നമുക്ക് ആ റേറ്റിന് കിട്ടും. കൂടാതെ 1700 രൂപ നമുക്ക് എക്സ്ട്രാ ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് ആയിട്ടും ലഭ്യമാകുന്നതാണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ റിയൽമി P1 Pro 5G 8GB 128 വേരിയന്റ് നമുക്ക് 17,499 രൂപയ്ക്ക് മേടിക്കാം. 18,999 നോർമൽ റേറ്റ്. ഇതും ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ ആണ്. കൂടാതെ റിയൽമി 13 Pro Plus ഇന്ന് തന്നെ ലോഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. 29,999 നമുക്ക് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ മേടിക്കാൻ സാധിക്കും. എന്നാൽ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 32,999 രൂപയാണ്. അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയാണ് ആക്ച്വലി ഈ ഒരു റിയൽമി 13 Pro Plusൽ. എന്തായാലും ഒരു ക്യാമറ ഫോണാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ മോട്ടോ എഡ്ജ് 50 Pro മേടിക്കുക. ഇനി അതല്ലെങ്കിൽ നമ്മുടെ റിയൽമി 13 Pro Plusലേക്ക് നോക്കുക. ഈ രണ്ട് പ്രോഡക്റ്റിലും ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം അങ്ങോട്ട് നോക്കാനേ പറയാൻ പറ്റുള്ളൂ. കൂടാതെ നത്തിങ് ഫോൺ 2A നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിന് പോവാണ്. 24,999 രൂപ ആ ഒരു ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ എന്നുള്ള രീതിക്ക്. നോർമൽ റേറ്റ് 27,999 ആണ്. ഉറപ്പായിട്ടും സ്പെക് വൈസ് നത്തിങ് ഫോൺ 2A-നേക്കാളും ബെറ്റർ തന്നെയാണ് 2A+. കുറെ കൂടുതൽ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്. ഇനി നത്തിങ് ഫോൺ 2A-ലേക്ക് വരണമെങ്കിൽ 20,999 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 23,999 നോർമൽ റേറ്റ്. ICICI ക്രെഡിറ്റ് കാർഡിന് ഇവിടെ 3000 രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഉണ്ട്. കൂടാതെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ആണെങ്കിൽ അതിന് ക്യാഷ് ബാക്ക് 4050 കിട്ടും. സോ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഇവിടെ ഡീൽ കാണാൻ സാധിക്കും. പിന്നെ മൾട്ടിപ്പിൾ ബാങ്ക് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് 3000 2000 രൂപയോ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയിട്ട് നമുക്ക് ഈ ഒരു നത്തിങ് ഫോൺ 2A മേടിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് എന്തുകൊണ്ടാണ് ഇത്രയും രൂപ നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞത് അവരുടെ ആ ഒരു 2A+ ഇറങ്ങുന്നത് മാത്രമാണ്. അതിൽ വേറൊരു സംശയമില്ല. കൂടാതെ ഇതുപോലെ തന്നെയാണ് പല പ്രോഡക്റ്റുകളും. ഇപ്പോൾ ഗാലക്സി S23ലേക്ക് വരണമെങ്കിൽ 44,999 ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ കാണാം. എന്നാൽ നോർമൽ റേറ്റ് 49,999 ആണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് 45, ഇടയ്ക്ക് ഇത് 42,000 രൂപ വരെ നമുക്ക് ഓഫർ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ എന്നല്ല, നോർമൽ റേറ്റ് തന്നെ. ഞാനത് ഷോർട്സ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇതുപോലെയൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. കൂടാതെ
റീൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. സോ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ തന്നെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഐഫോൺ 14 പ്ലസിലേക്ക് വരുവാണെങ്കിൽ 53,990 രൂപയാണ് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ കാണിക്കുന്നത്. എന്നാൽ ഇതിന്റെ നോർമൽ ആ ഒരു ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് 56,990 ആണ്. കഴിഞ്ഞ നമ്മുടെ ഗോൾഡ് ഡേയ്സിൽ ഇത് 57,490 ആയിരുന്നു. അതിനുശേഷം ഇത് വീണ്ടും അങ്ങോട്ട് 56,990 നോർമൽ റേറ്റിലേക്ക് വന്നു എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ 53,990 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഐഫോൺ 15ലേക്ക് വരണമെങ്കിൽ 66,499 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ നമുക്ക് 65,499 രൂപയ്ക്ക് ഇപ്പോൾ മേടിക്കാൻ സാധിക്കും. എന്നാൽ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ 62,224 രൂപയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡിന്റെ ക്യാഷ് ബാക്ക് മാത്രമാണെന്നുള്ളത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് എല്ലാ ഫോണിനും നമുക്കിപ്പോൾ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് സെയിലിൽ കാണാൻ സാധിക്കുന്നത്. വലിയ ഉപയോഗമൊന്നുമില്ല, ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ഓഫർ കിട്ടുമെന്നേ ഉള്ളൂ. എന്നാൽ പോലും ഗോഡ് സെയിലൊക്കെ നമുക്ക് കിട്ടിയ പോലെ ഒരു ഓഫർ സെയിൽ നമ്മുടെ ഈ ഫ്ലാഗ്ഷിപ്പ് സെയിലിൽ കിട്ടിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് പോയിന്റ് തന്നെയാണ്. എന്തായാലും ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർ വെറുതെ എന്താ പറയുക, ഫോൺ ഓഫേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തവർ വെറുതെ ആയിപ്പോയി എന്നുള്ളത് വീണ്ടും എടുത്തു പറയണം. പിന്നെ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ആ ഒരു അയ്യോ കുഴപ്പമില്ല 2,000 രൂപയെങ്കിലും അല്ലെങ്കിൽ 3,000 രൂപയിലും കിട്ടിയല്ലോ എന്നുള്ള രീതിക്ക് ആശ്വസിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ ഒരു ജസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് സെയിലിലെ ഓഫേഴ്സിന്റെ ഒരു ഉടായ്പ് നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ആ ഒരു ഓവ്യൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടും ആമസോണും കമ്പൈൻ ചെയ്ത് ഏതൊക്കെ സ്മാർട്ട് ഫോണാണ് 30,000, 25,000, 20,000, 10,000, 10,000-ലൊക്കെ തന്നെ നമുക്ക് വാങ്ങിച്ച വത് ബൈങ് ആകുക എന്നുള്ളത് എടുത്ത് പറഞ്ഞു തരാം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാൻ കേട്ടോ. സോ ആ വീഡിയോക്ക് വേണ്ടി ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റിന്റെ ആ ഒരു ഓഫർ സെയിൽ കാണണം അത് വീഡിയോയുടെ കമന്റ് ആയിട്ടും ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.